ഇത് കുറച്ച് നാളായി സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരും അതുപോലെ CPM-ന്റെ പ്രതിനിധികളും ഇടതുപക്ഷ പ്രതിനിധികളും നിരന്തരം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒരു മാന്യമായ വേർഷനാണ് ശ്രീ സുരേഷ് ബാബുജി ഇപ്പോ നമ്മളുടെ മുന്നിൽ പറഞ്ഞത്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. എന്നാലും തത്വത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മികച്ചതാണെന്നും കേന്ദ്ര സർക്കാർ കടം നൽകാത്തത് കൊണ്ടാണ് ഇത് കുഴപ്പമാകുന്നത് എന്നതുമാണ്. നമുക്കറിയാം ഇപ്പൊ പൊതുവെ ഈ കാലഘട്ടത്തിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നത് ഒരിക്കലും നിൽക്കാത്ത വായ്പ ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്നു മറ്റോ ആണ് ഇവരുടെ ഒരു പ്രതീക്ഷയും എക്സ്പെക്ടേഷനും ഇവരുടെ ആഗ്രഹങ്ങളും. നിരന്തരമായി വായ്പ നൽകിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിന്റെ രാഷ്ട്രീയമായ കണക്കുകളോ സാമ്പത്തികമായ കണക്കുകളോ പറയുന്നത് മുമ്പ് തന്നെ ഇത് രണ്ടും കൃത്യമായി സന്നിവേശിപ്പിച്ചിട്ടായിരിക്കുമല്ലോ കോടതിയിൽ ഇവർ പ്രസന്റ് ചെയ്യുക. സുപ്രീം കോടതിയിൽ ഇവർ പോവുകയും ചെയ്തു. അതുകൊണ്ട് മറ്റുള്ള എല്ലാ ആർഗ്യുമെന്റുകളും മാറ്റിവെക്കും. സുപ്രീം കോടതിയിൽ ഇവരെന്ത് ആർഗ്യുമെന്റാ പറഞ്ഞത്? നമുക്കറിയാം സംസ്ഥാനത്ത് നടന്നുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കൾ വളരെ ശക്തമായും ഇടതുപക്ഷ നേതാക്കൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നത് കേരളത്തിന് 57,000 കോടി രൂപ നൽകാനുണ്ട് എന്നുള്ള കണക്കുകളായിരുന്നു. നമുക്കറിയാം അത് കഴിഞ്ഞ വർഷത്തെ കുറവ് വന്നു, അത്തരത്തിലുള്ള തെറ്റായ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ പറ്റിച്ചിരുന്നത്. എന്നാൽ കോടതിയിൽ പോയപ്പോൾ അവർ ആ കണക്കുകളൊക്കെ മാറ്റിവെച്ചു. അവർ പറഞ്ഞ കണക്കുകൾ മറ്റൊരു കണക്കുകളാണ്. ആ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം കോടതിയിൽ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞത് വെറും 15,000 കോടി കിട്ടിയാൽ മതി, അത് കടം 3% അത് 3.5% കൂടുതൽ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്കിന്റെ ബാധ്യതകളാണ് അവർ അന്ന് കോടതിയിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ വിചിത്രമായിരുന്നു. ഏതാണ്ട് അവർ പറഞ്ഞിരുന്നത് 52,000 കോടിയുടെ കണക്കുകൾ പെട്ടെന്ന് മാറ്റിയിട്ട് ഏതാണ്ട് 10,000 കോടി രൂപയുടെ കടബാധ്യത കൂടുതൽ വേണമെന്നാണ് പറഞ്ഞു. എന്നിട്ട് അവർ മുന്നോട്ട് വെച്ച ഒരു സമീപനം അതിന് സുപ്രീം കോടതിയുടെ അഭിപ്രായം എന്തായിരുന്നു? നമുക്കറിയാം സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇത്തരത്തിൽ കടം വാങ്ങാൻ പറ്റില്ല എന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ 5,000 കോടിയൊക്കെ എടുത്തോളൂ, അത് പോരെ എന്ന് വരെ ചോദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വന്നു. അപ്പോഴാണ് ശരിക്കും സുരേഷ് ബാബുവിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി സുപ്രീം കോടതി തന്നെ അവിടെ വെച്ചൊരു കാര്യം പറയുന്നുണ്ട്. കപിൽ സിബൽ, സംസ്ഥാന ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ആയിരുന്ന കപിൽ സിബൽ പറയുന്നുണ്ട് 8 ലക്ഷം കോടിയാണ് കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യത. സുരേഷ് ബാബുവും ഇത് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു പോയി, കേന്ദ്രവും വളരെയേറെ കടമെടുക്കുന്നുണ്ടായിരുന്നു. അതിന് 8 ലക്ഷം രൂപയാണ് കടബാധ്യത എന്ന് പറഞ്ഞപ്പോൾ അതിന് സുപ്രീം കോടതിക്ക് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ കേന്ദ്രത്തിന്റെ ASG വെങ്കിട്ടരാമൻ എന്ന് തോന്നുന്നു, അദ്ദേഹമാണ്, അത് രാമോ ആണെന്ന് എനിക്കറിയാം, വെങ്കിട്ടരാമൻ ASG ആണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സമ്പദ് വ്യവസ്ഥയാണ്, അത് G7 കൺട്രീസ് പോലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ് എന്നുള്ള രീതിയിലുള്ള കമന്റ് പറഞ്ഞു. ജസ്റ്റിസ് കാന്ത് അതിനെ ഒരു കൃത്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വി ആർ ഓൾസോ എഗ്രീങ് ദാറ്റ് ദ ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ് ഫണ്ടമെന്റലി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് അറിയിക്കുന്നു. വെൻ വി ആർ ഗോയിങ് ഔട്ട്സൈഡ് ദ ഇന്ത്യ വി ആർ ഫീലിംഗ് ഇറ്റ്. ഇന്ന് അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ ലോക ജനങ്ങൾ ഇന്ത്യയെ അംഗീകരിക്കുന്നു. അത് വെറും വിശ്വാസം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ ശക്തമായ അടിത്തറയിലും ശക്തമായ വികസനത്തിന്റെ തൂണുകളിലുമാണ് നിൽക്കുന്നതെന്ന് ജസ്റ്റിസ് കാന്ത് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് കോടതിയിൽ പോയിട്ടും വലിയ കാര്യമായ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായത്. ആ എക്സ്പ്ലനേഷനിൽ അന്നാണല്ലോ അവിടെ വ്യക്തമായിട്ട് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഹാജരായ കപിൽ സിബൽ പറഞ്ഞത് ദയവായിട്ട് ഇത് പുറത്തേക്ക് വിടരുത്, ഈ കണക്ക് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നാണക്കേടാവും, രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിച്ചില്ലേ. എന്താ കാര്യം, എന്താ കണക്ക്? ആ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊജക്ട് GSDP ഓഫ് കേരള 2024-25 11,19,906 കോടി രൂപ. അതിൽ 3% കടം വാങ്ങിക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ 33,597 കോടി രൂപ. ഇതല്ലേ കണക്ക്? ഇതിൽ നിന്ന് ഡിഡക്ഷൻ ടു ദ മെയ്ഡ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് 2021-22 4,711 കോടി വരും. NBC ഡിസ്മിസിബിൾ എമൗണ്ട് ആ കടം വാങ്ങിയത് 2024 28,886 കോടി രൂപ. ബോറോയിങ് സീലിംഗ് ഫോർ ദ ഫസ്റ്റ് 9 months, അതായത് 9 മാസത്തേക്ക് ബോറോയിങ് ലിമിറ്റ് സീൽ ചെയ്തിരിക്കുന്നത് എല്ലാ ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രകാരവും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്മീഷന്റെ നിയമപ്രകാരവും ചെയ്തിരിക്കുന്ന പ്രകാരം 21,66,664